ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ പറയാൻ പോകുന്നത് ജോയ്സ്റ്റിക്കിനെ കുറിച്ചാണ്. ജോയ്സ്റ്റിക്ക് നമുക്കപ്പോൾ എത്ര ടൈപ്പ് ഉണ്ടെന്ന് ഫസ്റ്റ് തന്നെ നോക്കാം. ഡയറക്ഷൻ സ്റ്റിക്ക് എന്ന് പറഞ്ഞിട്ട് ഇതിൽ 3 ടൈപ്പ് കൊടുത്തിട്ടുണ്ട്: ഫിക്സ്ഡ്, മൂവ്, ഓഫ്. ഇതിൽ ഫിക്സ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ജോയ്സ്റ്റിക്ക് ഇവിടെ തന്നെ ഉണ്ടാവും, അനങ്ങത്തില്ല. നമുക്ക് PUBG ഒക്കെ കളിക്കുമ്പോൾ ഉള്ളൊരു ഫീല്. നമുക്ക് ഈ ജോയ്സ്റ്റിക്ക് ഇവിടെ നിന്ന് മൂവ്മെൻറ്റ് ഉണ്ടാവില്ല. ഇനി നമുക്ക് മൂവബിൾ ഇട്ട് നോക്കാം. ജോയ്സ്റ്റിക്ക് ടൈപ്പ് മൂവ്മെൻറ്റ് ഇടുമ്പോൾ കണ്ടോ, അത് നമ്മുടെ ജോയ്സ്റ്റിക്ക് അവിടെ ഇങ്ങനെ മൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏത് സൈഡിൽ, ഈ ലെഫ്റ്റ് സൈഡിൽ എവിടെ തൊട്ടാലും ആ ജോയ്സ്റ്റിക്ക് വർക്കാവും. മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ജോയ്സ്റ്റിക്ക് എവിടെയാണോ ഇരിക്കുന്നത് അവിടെ മാത്രം തൊട്ടാൽ മാത്രമേ ആ ജോയ്സ്റ്റിക്ക് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ലെഫ്റ്റ് സൈഡിൽ എവിടെ തൊട്ടാലും ജോയ്സ്റ്റിക്ക് അവിടെ നമ്മുടെ ഉണ്ടാവും. അത് കുറച്ച് അഡ്വാൻറ്റേജ് ആണ്. നമുക്ക് ഗെയിമിൽ പെട്ടെന്ന് നമുക്ക് ടെൻഷനൊക്കെ അടിക്കുമ്പോൾ ജോയ്സ്റ്റിക്ക് കറക്റ്റ് സ്ഥലത്തിന് നമ്മൾ ടച്ച് ചെയ്യണമെന്നില്ല. അപ്പോൾ ഇവിടെ ആകുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ എവിടെ തൊട്ടാലും ജോയ്സ്റ്റിക്ക് അവിടെ ഉണ്ടാവും. ഇനി മൂന്നാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫാണ്. ഈ ലെഫ്റ്റ് സൈഡ് ഫുള്ള് ജോയ്സ്റ്റിക്കാണ്. നമുക്ക് എവിടെ വേണമെങ്കിലും തൊട്ട് കളിക്കാം. ഇപ്പം നമ്മൾ ജോയ്സ്റ്റിക്ക് ടൈപ്പ് നോക്കി. ഇനി മൂവ്മെൻറ്റ് ഇൻപുട്ട് റേഞ്ച് എന്ന് പറയും ജോയ്സ്റ്റിക്കിൻ്റെ. അതും 3 ടൈപ്പ് ഉണ്ട്: നേരോ, മീഡിയം, വൈഡ്. നേരോ ഇട്ട് നമുക്കത് ഓണാക്കി കാണിച്ചു തരാം. ഞാനിവിടെ ഫിക്സഡ് ഇട്ടിട്ടുണ്ട്. നേരെ ഇടുമ്പോൾ വേണ്ട, നമുക്ക് ഈ ജോയ്സ്റ്റിക്കിൻ്റെ ഉള്ളിൽ ഒരു വെള്ള കളർ സാധനമുണ്ട്. അത്രേ ഉള്ളൂ കറക്റ്റ് ജോയ്സ്റ്റിക്ക്. അപ്പോൾ നമ്മുടെ പ്ലെയേഴ്സിന് അതിൻ്റെ പ്രത്യേകത എന്തിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂവ്മെൻറ്റ് ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും. നമുക്ക് പെട്ടെന്ന് ക്വിക്കായിട്ട് ടേൺ ചെയ്യാനും, എന്താ പറയുക, പ്ലെയറിനെ പെട്ടെന്ന് തിരിക്കുക, അതൊക്കെയാണ് ഇതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് കുറച്ച് ഡിഫിക്കൽട്ടാണ് മാച്ചിലേക്ക് വരുമ്പോൾ. ഇത് ഞാൻ ഈ ട്രെയിനിങ് സെക്ഷൻ എടുത്ത കാരണമാണ് നമുക്ക് ഇത്ര ഇതായിട്ട് തോന്നുന്നത്. പ്ലെയേഴ്സിനെ കൺട്രോൾ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ജോയ്സ്റ്റിക്കിൻ്റെ ഇതിങ്ങനെ ഇട്ട് കളിച്ച് കഴിഞ്ഞാൽ. ഇനി നമുക്ക് ജോയ്സ്റ്റിക്ക് നേരെ ഇട്ട് നോക്കി നോക്കാം. പക്ഷേ നേരമല്ല, മീഡിയം. മീഡിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോയ്സ്റ്റിക്ക് ഇതേ കുറച്ചും കൂടി കാണുന്നില്ലല്ലോ, ജോയ്സ്റ്റിക്ക് കുറച്ചും കൂടി വലിപ്പമുണ്ടാവും. നേരോനെ അപേക്ഷിച്ച് പ്ലെയേഴ്സിനെ കൺട്രോൾ ചെയ്യാനും നമുക്ക് ബാലൻസ് ചെയ്യാനൊക്കെ കുറച്ചും കൂടി അഡ്വാൻറ്റേജ് ഇതിലാണ്. അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ക്വിക്കായിട്ട് നമുക്ക് ടേൺ ചെയ്യാനും പറ്റും. കണ്ടോ, പ്ലെയറിന് അത്യാവശ്യം സ്പീഡും ഉണ്ടാവും. നമുക്ക് ടേണിങ്ങും കുറച്ച് പ്ലെയറിനെ വെച്ച് നമുക്ക് കൺട്രോൾ ചെയ്ത് ഇതുപോലെ തിരിക്കണമെങ്കിൽ ഈ ജോയ്സ്റ്റിക്കാണ് മെയിനായിട്ട് വേണ്ടത്. അത് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ഇതിൽ പറ്റും. ഇനിയുള്ളത് വൈഡാണ്. വൈഡ് എന്ന് പറഞ്ഞാൽ ജോയ്സ്റ്റിക്ക് കുറച്ചും കൂടി നമ്മൾ മീഡിയത്തിൽ കണ്ടതിനായിട്ടും കുറച്ചും കൂടി വലുതായിരിക്കും. കണ്ടോ, ഇതിൻ്റെ പ്രത്യേകത എന്തിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലെയറിന് ഭയങ്കര ബാലൻസിങ് ആയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. ഇതെല്ലാവർക്കും സെറ്റ് ആവണമെന്നില്ല. ഞാനിപ്പോൾ ഇത് കളിച്ച് എനിക്ക് സെറ്റായ കാരണം ഞാനിത് യൂസ് ചെയ്ത് കളിക്കണേ. എനിക്ക് എന്നിട്ടാണ് മെയിൻലി ആ 2 ഓപ്ഷനെക്കാട്ടും കൂടുതൽ പ്ലെയറിനെ കൺട്രോൾ ചെയ്ത് കളിക്കാൻ ഇതിലാണ് പറ്റണത്. നമ്മൾ ടേൺ ചെയ്യുമ്പോഴും ആയാലും നമുക്ക് എന്നിട്ട് ആ ബോൾ ഫിസിക്ക് വെച്ച് കൺട്രോൾ ചെയ്യുമ്പോൾ ആയാലും കുറച്ചും കൂടി അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്കിത് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് യൂസ് ചെയ്ത് കളിക്കണേ. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ആ 3 ടൈപ്പിൽ ഏതെങ്കിലും കളിച്ച് നോക്കിയിട്ട് ഏതാ കംഫർട്ട് എന്ന് വെച്ചാൽ യൂസ് ചെയ്യാം. എനിക്ക് കുറച്ചും കൂടി കംഫർട്ടായി തോന്നുന്നത് വൈഡാണ്. പക്ഷേ ഭൂരിഭാഗം പേരും മീഡിയം ഇട്ടിട്ടാണ് കളിക്കണേ. അപ്പോൾ അത്രേ ഉള്ളൂ ജോയ്സ്റ്റിക്കിൻ്റെ. ഇപ്പോൾ ഈ 3 ടൈപ്പ് ഞാൻ പറഞ്ഞതിൽ മൂവ്മെൻറ്റ് ഇൻപുട്ട് റേഞ്ചിൽ നിങ്ങൾക്ക് ഏത് വേണമെങ്കിൽ ഇട്ട് കളിക്കാം. ഇതിൽ ഏത് വേണമെങ്കിൽ ഇട്ട് കളിക്കാം. ഇതിലെ ഫിക്സ്ഡ്, മൂവ്, ഓഫ് ഉണ്ട്. ഞാൻ ഓഫ് ഇട്ടാണ് കളിക്കണേ. അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ. ജോയ്സ്റ്റിക്കിൻ്റെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾ കമൻറ്റ് ഇട്ടുണ്ടായി, അയാൾക്ക് വേണ്ടി ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇനിയും കൂടുതൽ എന്തെങ്കിലും വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് വീഡിയോ ചെയ്യാം.
അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ഓക്കെ ഗൈസ്, ബൈ.